യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കർത്താവേ, സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് തുറക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ. തീമഴ പോലെ ആത്മാവിൻ്റെ അഭിഷേകം ഞങ്ങളിലേക്ക് ഇറങ്ങട്ടെ. അപ്പസ്തോലന്മാരുടെ മേൽ അഗ്നിനാവായിട്ട് ഇറങ്ങിയ ആത്മാവേ ഞങ്ങളുടെ മേൽ ഇറങ്ങി വരണമേ. കൊടുങ്കാറ്റായിട്ട് ആത്മാവേ ഇറങ്ങി വരണമേ. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെ മേലും കൊടുങ്കാറ്റിൻ്റെ ആരവത്തോടെ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വരട്ടെ. വ്യക്തിയുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ, ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും അവരായിരിക്കുന്നിടത്തും ദൈവശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രതികൂലമായ സാഹചര്യങ്ങൾ, പ്രതിസന്ധികൾ ധാരാളം കടന്നു വരാറുണ്ട്. പ്രത്യേകിച്ച് കടബാധ്യതകൾ, തീരാ രോഗങ്ങൾ, അടിക്കടി തകർച്ചകൾ, മനസ്സ് മടുപ്പിക്കുന്ന ജീവിതാനുഭവങ്ങൾ, കുടുംബത്തിലെ അസ്വസ്ഥതകൾ, ഭാരങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ പലപ്പോഴും ശരിക്കും പിശാച് ഈ സാഹചര്യങ്ങളിലൂടെ നമ്മളെ തടവറയിലാക്കുകയാണ്. പിശാച് നമ്മളെ ബന്ധിക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ മനസ്സ് നിരാശയിലേക്കും ദുഃഖത്തിലേക്കും പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയിലേക്കൊക്കെ അങ്ങോട്ട് കടന്നു പോകും. ഇത് പിശാച് ഒരുക്കുന്ന കെണിയാണ്. ഇത് പിശാച് ഒരുക്കുന്ന തന്ത്രമാണ്. ഇങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ ദൈവത്തെ സ്തുതിച്ചു മഹത്വപ്പെടുത്തണം. നമ്മുടെ കഷ്ടതകളെ ഓർത്ത് സ്തുതിക്കണം. പ്രതികൂലങ്ങളെ ഓർത്ത് സ്തുതിക്കണം. കടബാധ്യതകളെ ഓർത്ത്, രോഗങ്ങളെ ഓർത്ത്, ഞെരുക്കുന്ന ജീവിതാനുഭവങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനായിട്ട് സാധിക്കണം. അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആത്മീയ ജീവിതത്തിൽ അല്പം പക്വതയും ഉയർച്ചയുമൊക്കെ ഉള്ളൊരു വ്യക്തിക്ക് മാത്രമേ അങ്ങനെ കർത്താവിനെ ആ സാഹചര്യങ്ങളൊക്കെ സ്തുതിച്ച് മഹത്വപ്പെടുത്താൻ കഴിയും. നമ്മൾ തിരിച്ചറിയുക, നമ്മുടെ ദൈവത്തെ എത്രമാത്രം സ്തുതിക്കുന്നോ, പാടി ആരാധിക്കുന്നുവോ, മഹത്വപ്പെടുത്തുന്നുവോ അതനുസരിച്ച് ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മുടെ മേലുണ്ടാകും. നമ്മളെ ബന്ധിച്ചിരിക്കുന്ന
അദൃശ്യമായ പൈശാചിക ചങ്ങലകൾ, സാത്താൻ്റെ ആധിപത്യങ്ങൾ നമ്മിൽ നിന്ന് നീക്കപ്പെടും, തകർക്കപ്പെടും. സ്തുതിപ്പിനും പാടി ആരാധിക്കുന്നതിനൊക്കെ വലിയ ശക്തിയുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായത്തിൽ 25 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങളിൽ തടവറയിൽ നടന്ന ഒരു വലിയ അത്ഭുതത്തെക്കുറിച്ചാണ് നമ്മളിവിടെ വായിക്കുന്നത്. പൗലോസും സീലാസും തടവറയിൽ അടയ്ക്കപ്പെട്ടു. എന്തിനു വേണ്ടിയാ? ക്രിസ്തുവിനെ പ്രഘോഷിച്ചതിൻ്റെ പേരിൽ, ക്രിസ്തുവിന് സാക്ഷ്യം കൊടുത്തതിൻ്റെ പേരിൽ, ധീരമായിട്ട് യേശുക്രിസ്തു കർത്താവാണെന്ന് ഏറ്റുപറഞ്ഞതിൻ്റെ പേരിൽ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. നന്നായിട്ട് പീഡനമേറ്റു, നന്നായിട്ട് അവിടെ ശരീരങ്ങൾ അടിച്ചു തകർക്കപ്പെട്ടു, മുറിവേൽപ്പിക്കപ്പെട്ടു. അവരെ തടവറയിൽ അടിച്ചു, ചങ്ങല കൊണ്ടവരെ ബന്ധിച്ചിരിക്കുക. തടവറയുടെ കവാടങ്ങൾ അടയ്ക്കപ്പെട്ടു, കാവൽക്കാര് കാവലുമുണ്ട്. ഈ ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയ ഒരു ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി, എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു, എല്ലാവിടെയും ചങ്ങലകൾ അടിഞ്ഞു വീണു. അർദ്ധരാത്രി ആയപ്പോൾ പൗലോസും സീലാസും എന്തു ചെയ്തുവെന്നാണ് എഴുതിയിരിക്കുന്നത്? ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ടിരുന്നു. ഒത്തിരിയേറെ പീഡനം ഏറ്റുവാങ്ങിയ ഈ ക്രിസ്തു ശിഷ്യന്മാര് ജയിലറയ്ക്കുള്ളിൽ കിടന്ന് ദൈവത്തെ പാടി സ്തുതിച്ചു മഹത്വപ്പെടുത്തുകയാണ്. പാതിരാവിൽ മറ്റ് സഹതടവുകാർ, അടുത്ത തടവുമുറികളുള്ളവരൊക്കെ ഇവർ ദൈവത്തെ പാടി സ്തുതിക്കുന്നത്, ചങ്ങലയൊക്കെ കിലുക്കി ദൈവത്തെ പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന അവരൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സങ്കീർത്തനം 119 62-ാമത്തെ വചനം പറയുന്നു, അങ്ങേ സ്തുതിക്കാൻ അർദ്ധരാത്രിയിൽ ഞാൻ എഴുന്നേൽക്കുന്നു. അങ്ങേ സ്തുതിക്കുവാൻ അർദ്ധരാത്രിയിൽ ഞാൻ എഴുന്നേൽക്കുന്നു. സങ്കീർത്തകൻ എഴുതി വച്ചിരിക്കുകയാണ്. ദാവീദിൻ്റെ വേദനയുടെ കാലഘട്ടം, ദാവീദ് ആത്മാവിൽ നിറഞ്ഞെഴുതി വെച്ച ഈ സങ്കീർത്തനം, ദാവീദ് ചെയ്ത ഒരു കാര്യമാണ് ഇത്. അർദ്ധരാത്രിയിൽ ദാവീദ് എഴുന്നേറ്റിരുന്നു, ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരുന്നു, ദൈവത്തെ പാടി ആരാധിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി. അർദ്ധരാത്രിയിൽ ലോകം മുഴുവൻ മനുഷ്യരൊക്കെ ഉറക്കത്തിലാകും, ജീവജാലങ്ങളൊക്കെ ഉറക്കത്തിലാവും. ഇന്ന് ഉറക്കം വരാത്ത ധാരാളം മനുഷ്യരുണ്ട്. ഉറക്ക ഗുളി കഴിച്ചാൽ പോലും ഉറക്കമില്ലാതെ വിഷമിക്കുന്നവർ. ഉറക്കമില്ലാത്ത രാവുകളിൽ പ്രാർത്ഥിക്കുവാൻ, ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ പാടി ആരാധിക്കുവാൻ നമുക്ക് കഴിയണം. അപ്പോൾ നമ്മുടെ മേൽ പിശാചിട്ടിരിക്കുന്ന അദൃശ്യ ചങ്ങലകൾ തകർക്കപ്പെടും. ദൈവശക്തി നമ്മുടെ മേൽ ഇറങ്ങി വരും. അർദ്ധരാത്രിയിൽ പ്രാർത്ഥിക്കുന്നതും പാടി സ്തുതിക്കുന്നതും ഏറെ നല്ലതാണെന്ന് തന്നെയാണ് ഈ വചനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. സങ്കീർത്തനം 81 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ. നമ്മുടെ ശക്തി കേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തിൽ പാടി പുകഴ്ത്തുവിൻ. നമ്മുടെ ശക്തിയുടെ കേന്ദ്രം, ശക്തിയുടെ ഉറവിടം ദൈവമാ, നമ്മുടെ ദൈവമാ. ആ ദൈവത്തെ ഉച്ചത്തിൽ പാടി പുകഴ്ത്തുക, ദൈവത്തെ ഉച്ചത്തിൽ പാടി പുകഴ്ത്തുക. നമ്മുടെ വീടുകളിലൊക്കെ വൈകുന്നേരങ്ങളിൽ സന്ധ്യാപ്രാർത്ഥനയുണ്ട്.
പലപ്പോഴും ഒരു ജപമാലയോ അല്പം വചനം വായിച്ചുള്ള ചെറിയൊരു പ്രാർത്ഥനയിലൂടെയാണ് കടന്നു പോകുന്നത്. അതിൻ്റെ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ശക്തമായ സ്തുതിപ്പും പാട്ടുമൊക്കെ പാടി ആരാധിച്ച് നമ്മൾ ജപമാല പ്രാർത്ഥനയൊക്കെ ചൊല്ലി വചനമൊക്കെ വായിച്ചാൽ നമുക്ക് വലിയൊരു വിടുതൽ കിട്ടും. നമ്മുടെ ഉള്ളിൽ ദൈവാത്മാവ് തരുന്ന സ്വാതന്ത്ര്യം കിട്ടും. അതുമാത്രമല്ല, നമ്മുടെ ഭവനത്തിലുള്ള അശുദ്ധിയുടെ, കലഹത്തിൻ്റെ, തിന്മയുടെ, തകർച്ചയുടെ, നെഗറ്റീവ് എനർജിയുടെ അരൂപികളൊക്കെ നമ്മുടെ ഭവനത്തിൽ നിന്ന് വിട്ടുമാറും. നമ്മുടെ ഭവനത്തിൽ സ്തുതിപ്പും പ്രാർത്ഥനയും വരുമ്പോൾ പിശാചിൻ്റെ കോട്ടകൾ തകർക്കപ്പെടുകയാണ്. നമ്മുടെ ശക്തികേന്ദ്രമായ ദൈവത്തെ പാടി ഉച്ചത്തിൽ സ്തുതിക്കാനാണ് പറയുന്നത്. പൗലോസ് അപ്പോസ്തലനൊക്കെ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ഉച്ചത്തിൽ പാടി സ്തുതിച്ചു. അവരുടെ ശക്തികേന്ദ്രമായ ദൈവത്തെ, യേശുവിനെ അവർ പാടി ആരാധിച്ച് മഹത്വപ്പെടുത്തി. യാക്കോബിൻ്റെ ദൈവത്തിന് ആനന്ദത്തോടെ ആർപ്പിടുക. യാക്കോബിൻ്റെ ദൈവത്തിന് ആനന്ദത്തോടെ ആർപ്പിടുക. ആർപ്പിട്ട് ദൈവത്തെ സ്തുതിച്ച് ആനന്ദിച്ച് പാടാനാ പറയുന്നത്. ആത്മാവിൽ പാടുക, എല്ലാം മറന്നുകൊണ്ട് ആനന്ദിച്ച് പാടുക. തപ്പുകൊട്ടിയും കിന്നരം വീണയും വീട്ടിയും ഇമ്പമായിട്ട് ഗാനമുതിർക്കുക. തപ്പുകൊട്ടി, കിന്നരം വീട്ടി, വാദ്യ സംഗീതത്തോടെ, സംഗീത ഉപകരണങ്ങളോടുകൂടി നീ നിന്റെ ദൈവത്തെ പാടി പാടി ആരാധിക്കുക, മഹത്വപ്പെടുത്തുക. അപ്പോൾ അഭിഷേകം നമ്മുടെ മേൽ വ്യാപരിക്കും. നമ്മൾ വായിക്കുന്നുണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 2 രാജാക്കന്മാർ 3:15 എലീഷ പ്രവാചകൻ ഒരു ഗായകനെ വരുത്തി, ഗായകൻ പാടി, ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ എലീഷയുടെ മേൽ ആവസിച്ചു. ശക്തമായിട്ട് പാടി ആരാധിക്കുമ്പോൾ, ആ പാടി ആരാധനയിൽ, സ്തുതിച്ചുള്ള ആരാധനയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവസാന്നിധ്യം ഇറങ്ങി വരും. നമ്മളിലെ മടുപ്പും ക്ഷീണവും ഒക്കെ വിട്ടുമാറും. നിരാശയും സങ്കടവും വിട്ടുമാറും. അത്ഭുത രോഗശാന്തികൾ നടക്കും. പൈശാചിക ശക്തികൾ നമ്മളെ വിട്ടുമാറും. തിന്മയുടെ അരൂപികൾ നമ്മളെ വിട്ടുമാറും. ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് സംഗീതത്തോടുകൂടി ദൈവത്തെ പാടി ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ സങ്കീർത്തകൻ ആവശ്യപ്പെടുകയാണ്. അമാവാസിയിലും നമ്മുടെ ഉത്സവ ദിനമായ പൗർണമിയിലും കാഹളമൂതുവിൻ. അമാവാസിയിലും പൗർണമിയിലും, ഇതൊക്കെ യഹൂദന്മാരുടെ ചില ആചാരത്തിൻ്റെ മേഖലകളാണ്. അവിടെ കാഹളമൂതി. പഴയ നിമിത്തം നമ്മൾ പല ഭാഗത്ത് വായിക്കുന്നുണ്ട്. പുരോഹിതന്മാർ ഒന്നിച്ച് കാഹളമൂതി. ജെറിക്കോയുടെ ചുറ്റും പുരോഹിതന്മാര് കാഹളമൂതിക്കൊണ്ട് മുൻപേ പോയി. ജനം ആർത്തു സ്തുതിച്ചപ്പോൾ ജെറിക്കോ വീണു. ആർത്തുള്ള സ്തുതിപ്പ്, അട്ടഹാസത്തോടുള്ള സ്തുതിപ്പ്, പാടിയുള്ള ആരാധന, സകല കെട്ടുകളും പൊട്ടും. തിന്മയുടെ മതിലുകൾ തകർന്നു വീഴും. സാത്താന്റെ കോട്ടകൾ ഇടിഞ്ഞ് തകർന്നു തരിപ്പണമാകും. ഒരു പിശാചിനും ആ സ്തുതിപ്പിൻ്റെ മുൻപിൽ നിൽക്കാനായിട്ട് പറ്റില്ല. നമുക്കിപ്പോൾ ഒരു ധ്യാനമന്ദിരത്തിൽ പോയി ധ്യാനം കൂടി ശക്തമായിട്ട് ദൈവത്തെ സ്തുതിക്കാനും പാടി ആരാധിക്കാനുള്ളൊരു സാഹചര്യമില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ വീട്ടിൽ ഒന്നിച്ച്, എല്ലാവരോടും ഒന്നിച്ച് ചേർന്ന് ഒരു മടിയും കൂടാതെ കുറേ നേരം സ്തുതിച്ച് പരിശുദ്ധാത്മാവിൻ്റെ പാട്ടുമൊക്കെ കൈയടിച്ച് പാടിയല്ലേ, യേശുവിൻ്റെ രക്തത്തിൻ്റെ പാട്ടൊക്കെ പാടി, വിടുതലിൻ്റെ പാട്ടൊക്കെ പാടി നമ്മൾ ആരാധിച്ച് മഹത്വപ്പെടുത്തി നമുക്ക് വിടുതൽ കിട്ടും. അവിടെ പലപ്പോഴും പലർക്കും മടിയാണ് പാടുവാനും ദൈവത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും ഒക്കെ. അലസത, ഇതിനൊന്നും ആവശ്യമില്ലെന്നാണ് പലരും വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, നമ്മളങ്ങനെ ചെയ്യണം. എന്തെന്നാൽ അത് ഇസ്രായേലിലെ ചട്ടവും യാക്കോബിൻ്റെ ദൈവം നൽകിയ പ്രമാണവുമാണ്. ഇത് ഇസ്രായേലിൻ്റെ ചട്ടമാണ്, യാക്കോബിൻ്റെ ദൈവം നൽകിയ പ്രമാണമാണിത്. പാടുക, സ്തുതിക്കുക, ആരാധിക്കുക, മഹത്വപ്പെടുക, ആർത്തട്ടഹസിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്തുക. ജെറിക്കോട് ചുറ്റും പുരോഹിതന്മാർ കാഹളമൂതി മുൻപ് പോയി. ജനക്കൂട്ടം പുറകെ പോയി. ജോഷുവായും കൂടെയുണ്ട്. ജോഷുവായ്ക്ക് ദൈവം കൊടുത്ത വെളിപ്പെടുത്തല ചുറ്റും നടന്ന് സ്തുതിച്ചോളാൻ.
ഏഴാമത്തെ ദിവസത്തെ ഓർത്തഡോക്സുള്ള സ്തുതിപ്പിലും ദൈവാരാധനയിലും ജെറിക്കോയുടെ മതിലുകൾ തകർന്നു വീണു. നമ്മുടെ മുന്നിൽ ഉയർത്തപ്പെട്ടിരിക്കുന്ന എല്ലാ മതിലുകളും തകർക്കപ്പെടാനുള്ള ഏറ്റവും ശക്തമായ ആയുധമാണ് സ്തുതിപ്പ്, ആരാധന, ഗാന ശുശ്രൂഷ. നമ്മൾ അധരം തുറന്ന് പാടി പാടി സ്തുതിച്ചും ആരാധിച്ചു എന്ന് മഹത്വപ്പെടുത്തിക്കേ അപ്പോൾ തന്നെ നമുക്ക് ആ വിടുതൽ അനുഭവിക്കുവാനും അറിയുവാനും സാധിക്കും. ഇത് ജീവിതത്തിൽ വ്യക്തമായിട്ട് അനുഭവമുള്ള പൗലോസ് അപ്പോസ്തലനും ശീലാസും ഒന്നു ചേർന്ന് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ, പകല് ശരിക്കും പീഡനം ഏറ്റുവാങ്ങിയതാ. കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അവര് നിരാശപ്പെട്ടില്ല. ജയിലിൻ്റെ അഴികളെണ്ണി വികാരനിർഭരായിട്ട് ദൈവത്തെ പഴി പറഞ്ഞില്ല. ആരോടും പരാതിയില്ല. മുറിവേറ്റ ശരീരത്തിന് വേദനയൊക്കെ ഉണ്ട്, പ്രയാസമൊക്കെ ഉണ്ട്. പക്ഷേ അവർ പാതിരാമായപ്പോൾ ശക്തമായ സ്തുതിപ്പാരംഭിച്ചു. പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. ആരാധനയുടെ സ്തുതിഗീതങ്ങൾ ഉയർന്നു. അവരടയ്ക്കപ്പെട്ടിരുന്ന തടവറയിൽ നിന്ന് അതിശക്തമായ ദൈവസ്തുതിപ്പും ഗാന ശുശ്രൂഷയും ഉയരുക. പാടി കർത്താവിനെ അവർ മഹത്വപ്പെടുത്തുക. എന്താ അവിടെ സംഭവിച്ചത്? അവിടെ വലിയ ചില കാര്യങ്ങൾ സംഭവിച്ചു. കീർത്തനം പാടി ദൈവത്തെ സ്തുതിച്ചു. മറ്റു തടവുകാർ ഇത് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. തടവറ കുലുങ്ങി. ഒരു ഭൂകമ്പമുണ്ടായി. തടവറ കുലുങ്ങി. അവരെ അടച്ചുപൂട്ടിയ തടവറ കുലുങ്ങി. ആ തടവറക്കുള്ളിലാ ഭൂകമ്പമുണ്ടായത്. അവരെ അടച്ചുപൂട്ടിയ ജയിൽ മുറിക്കുള്ളിൽ ഒരു ഭൂകമ്പം സംഭവിക്കുക. എന്താ ഇതിൻ്റെ അർത്ഥം? അവർ പാടി സ്തുതിച്ചാരാധിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഗ്ലോറി, ദൈവത്തിൻ്റെ മഹത്വം ആ തടവറയ്ക്കുള്ളിലേക്ക് ഇറങ്ങി വന്നു. ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വന്നു. ദൈവശക്തി ഇറങ്ങി വന്നു. ദൈവശക്തിയുടെ വെളിപ്പെടുത്തലുണ്ടായി. തടവറ കുലുങ്ങി. തടവറ കുലുങ്ങുന്ന അഭിഷേകം, തടവറ കുലുങ്ങി പിടിച്ചു കുലുക്കുന്നൊരു അഭിഷേകം അവിടെ തുറക്കപ്പെട്ടു. അതിൻ്റെ പിന്നിലുള്ളത് ശക്തമായ സ്തുതിപ്പ്. കീർത്തനം പാടി അവർ ദൈവത്തെ സ്തുതിച്ചു മഹത്വപ്പെടുത്തി എന്നുള്ള. സ്തുതിപ്പിലും ദൈവാരാധനയിലും ദൈവത്തിൻ്റെ വലിയ മഹത്വം ഇറങ്ങി വരും. ദൈവത്തിൻ്റെ ഗ്ലോറി ഇറങ്ങി വരുന്ന സമയമാണ്. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ മേൽ ആവസിക്കുന്ന സമയമാണ്. കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ ഇറങ്ങി വന്നു. തടവറയൊന്ന് കുലുങ്ങി പിടിച്ചു കുലുക്കുന്ന അനുഭവം. അവരെ പൂട്ടിയിട്ടിരുന്ന ചെങ്ങലകൾ അഴിഞ്ഞു വീണു. ചെങ്ങലകൾ ആ ദൈവശക്തിയുടെ പ്രവാഹത്തിൽ കൈകാലുകളിൽ നിന്ന് ചെങ്ങലകൾ അഴിഞ്ഞു വീണു. ദൈവശക്തി നമ്മുടെ മേൽ ഇറങ്ങുമ്പോൾ നമ്മളെ ബന്ധിച്ചിരിക്കുന്ന പൈശാചിക ചെങ്ങലകൾ തകർക്കപ്പെടും. നിരാശയുടെ, പ്രത്യാശ നഷ്ടപ്പെട്ട അനുഭവങ്ങളുടെ, ജഡികാസക്തിയുടെ, ലോകമോഹങ്ങളുടെ, ആത്മഹത്യ ചിന്തയുടെ, പരാജയത്തിൻ്റെ, തോൽവിയുടെ സകല ചെങ്ങല പൂട്ടുകളും തകർക്കപ്പെടുകയാണ്. ദൈവമഹത്വം നമ്മുടെ മേൽ ഇറങ്ങണം. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ ബന്ധിച്ചിരിക്കുന്ന ദുഷ്ട പൈശാചിക അശുദ്ധാരൂപികൾ നമ്മളെ വിട്ടുമാറും. നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും സ്വതന്ത്രമാകും. നമ്മുടെ ചിന്താമണ്ഡലം സ്വതന്ത്രമാകും. ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ മേൽ ഇറങ്ങണം. ഈ മഹത്വം ഇറങ്ങണമെങ്കിൽ നമ്മൾ സ്തുതിക്കണം, പാടണം, ദൈവത്തെ ആരാധിക്കണം. ചെങ്ങലകൾ അഴിഞ്ഞു വീണു. ചെങ്ങലകൾ അഴിഞ്ഞു വീണു. സകല ചെങ്ങലകളും തകർക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് സ്തുതിപ്പ്. കീർത്തനം പാടി ദൈവത്തെ ആരാധിക്കുക, മഹത്വപ്പെടുത്തുക. അവരുടെ കൈകാലിലെ ചെങ്ങലകൾ അഴിഞ്ഞു വീണു. തീരുന്നില്ല അത്ഭുതം. പൂട്ടപ്പെട്ടിരുന്ന ജയിലിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടു. കവാടങ്ങൾ തുറക്കപ്പെട്ടു. ശക്തമായ ദൈവസ്തുതി ആരാധന നടക്കുമ്പോൾ
നമ്മുടെ മുൻപിൽ അടയ്ക്കപ്പെട്ട സകല കവാടങ്ങളും തുറക്കപ്പെടും. നമുക്ക് വേണ്ടി അനുഗ്രഹത്തിന്റെ കവാടം തുറക്കപ്പെടും. നമ്മുടെ മുമ്പിൽ തടസ്സം നിൽക്കുന്ന സകല കവാടങ്ങളും കർത്താവ് തുറക്കും. അനുഗ്രഹത്തിന്റെ കവാടം നമുക്ക് മുമ്പിൽ തുറക്കുകയാണ്. അഭിഷേകത്തിന്റെ കവാടം നമുക്ക് മുമ്പിൽ തുറക്കുകയാണ്. നമ്മുടെ മുമ്പിൽ അടയ്ക്കപ്പെട്ടു പോയ മേഖലകൾ, അവിടെയെല്ലാം കർത്താവ് വഴിയും വാതിലും എല്ലാം തുറക്കുകയാണ്. ഈ സമയങ്ങളിൽ ചങ്ങലകൾ അഴിഞ്ഞു വീണു, അടഞ്ഞ സകല വാതിലും തുറന്നു. നിന്റെ ജീവിതത്തിൽ അടഞ്ഞുപോയ സകല വഴികളും സകല വാതിലുകളും തുറക്കപ്പെടാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിന്റെ സൃഷ്ടാവിനെ, നിന്റെ ദൈവത്തെ, നിന്റെ രക്ഷകനെ നീ സ്തുതിച്ച് പാടി ആരാധിച്ച് മഹത്വപ്പെടുത്തണം. പലർക്കും വാതുറന്ന് സ്തുതിക്കാനും പാടാനും ഒക്കെ മടിയാണ്. എന്തോ അത് കുറഞ്ഞ കാര്യമായിട്ടാണ് അവർ വിചാരിക്കുന്നത്. സ്വർഗത്തിൽ മാലാഖമാർ ആർത്തു വിളിക്കുന്നു, ഹല്ലേലൂയ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. വെളിപാട് 4:8. അതിശക്തമായ ദൈവസ്തുതിപ്പാ സ്വർഗത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഗണം മുഴുവൻ, മാലാഖർ മുഴുവൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ സ്തുതിപ്പ് അവരോട് ചേരുകയാ. നമ്മുടെ സ്തുതിപ്പും അവരുടെ സ്തുതിപ്പും ഒന്നാകുമ്പോൾ സ്വർഗത്തിന്റെ മഹത്വം നമ്മുടെ മേൽ, നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്തേക്ക് ഇറങ്ങി വരികയാണ്. സകല പൈശാചിക ചങ്ങലകളും തകർക്കപ്പെടുന്നു, പിശാച് ബന്ധിക്കപ്പെടുന്നു, സാത്താന്റെ കോട്ടകൾ തകരുന്നു, അടഞ്ഞ വഴികളും വാതിലുകളും തുറക്കുന്നു. നമ്മുടെ ഹൃദയത്തിന് സന്തോഷവും സമാധാനവും ആനന്ദവും എല്ലാം നിറയുക. വലിയ ദൈവപ്രവൃത്തികൾ നമുക്ക് വേണ്ടി അവിടെ സംഭവിക്കുകയാണ്. ഹല്ലേലൂയ. ഇത്രയും സംഭവിച്ചപ്പോൾ കാവൽ നിന്ന പടയാളി തൻ്റെ വാളൂരി സ്വയം ആത്മഹത്യക്ക് ശ്രമിക്കുക. പൗലോസ് പറഞ്ഞു, അരുത്, സാഹസം ചെയ്യരുത്. പൗലോസും സീലാസും കാരാഗ്രഹത്തിന് പുറത്തിറങ്ങി. ഈ പടയാളി വന്ന് കാൽക്കൽ വീണു. രക്ഷപ്പെടുവാൻ ഞാൻ എന്ത് ചെയ്യണം? പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, രക്ഷ പ്രാപിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. നീ രക്ഷപ്പെടും, നിന്റെ കുടുംബം രക്ഷപ്പെടും, നിന്റെ തലമുറ രക്ഷപ്പെടും. ആ പടയാളി പൗലോസിനെയും സീലാസിനെയും തൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ വചനം പറയുന്നു, അവൻ്റെ മുറിവുകൾ വെച്ച് കെട്ടി. പൗലോസിൻ്റെ മുറിവുകൾ, അവരുടെ മുറിവുകളൊക്കെ വെച്ച് കെട്ടി. എന്നിട്ടൊക്കെ ഭക്ഷണം വിളമ്പി. പൗലോസും എന്നെ പറയാനുള്ളത് മുഴുവൻ അവർ കേട്ടു. എന്നിട്ടോ ആ കുടുംബം മുഴുവൻ സ്നാനം സ്വീകരിച്ചു, യേശു ക്രിസ്തുവിൻ്റെ സ്വന്തമായിട്ട് മാറി. ഹല്ലേലൂയ. നമ്മുടെ കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങണം. ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങണമെങ്കിൽ ആഴമായ വിശ്വാസത്തോടെ നിരന്തരം ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനുമൊക്കെ നമുക്കൊരു മനസ്സുണ്ടാവണം. കർത്താവിൻ്റെ മഹത്വം നമ്മുടെ മേൽ ഇറങ്ങട്ടെ, നമ്മുടെ കുടുംബത്തിലേക്ക് ഇറങ്ങട്ടെ. സകല ചങ്ങലകളും തകർക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം, സകല പൈശാചിക ബന്ധനങ്ങളെയും പൊട്ടിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം, അത് സംഭവിക്കണമെങ്കിൽ ആധരം തുറന്ന് യേശുവിൻ്റെ നാമത്തെ വിളിച്ച് മഹത്വപ്പെടുത്താനും സ്തുതിക്കുവാനും അവൻ്റെ നാമത്തെ പാടി ആരാധിക്കാനും ഒക്കെ നമ്മൾ ലജ്ജ കൂടാതെ മനസ്സ് തുറക്കേണ്ടിയിരിക്കുന്നു. പലർക്കും ലജ്ജ സ്തുതിക്കാനും ആരാധിക്കാനും പാടാനൊക്കെ. അത് പാടില്ല. നമുക്ക് യേശുവിനെ മഹത്വപ്പെടുത്താം. നമ്മുടെ സൃഷ്ടാവിനെ മനം തുറന്ന് നമുക്ക് മഹത്വപ്പെടുത്താം. നിന്റെ തോളിലെ ഭാരം അവൻ നീക്കും, നിന്റെ മനസ്സിലെ ഭാരം അവൻ നീക്കും. നിന്റെ ജീവിത ഭാരങ്ങളും പ്രയാസങ്ങളൊക്കെ അവിടെ നിന്ന് ഏറ്റെടുക്കും. ആത്മാവിൽ നിറച്ച് നിന്നെ ശക്തനാക്കി മാറ്റും. സ്തുതിക്കാം, ആരാധിക്കാം. കർത്താവ് നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ. യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ.